നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. കേട്ട് കേൾവി പോലുമില്ലാത്ത ക്രൂരതകളുടെ നാടായി കേരളം മാറുകയാണ്. ട്രെയിൻ യാത്രയിൽ ടിക്കറ്റ് എടുക്കാത്ത യാത്രക്കാരനെ ടിക്കറ്റ് പരിശോധകൻ പിടികൂടി ഫൈൻ അടയ്ക്കണമെന്ന് പറയുന്നു. അതല്ല എങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ എത്തുമ്പോൾ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് മാറിക്കയറണമെന്ന് മാന്യതയോടെ സംസാരിക്കുന്നു. ഇത് തീരെ ഇഷ്ടപ്പെടാത്ത യാത്രക്കാരൻ മദ്യലഹരിയിൽ അതിവേഗത്തിൽ പായുന്ന ട്രെയിനിൽ നിന്നും റെയിൽവേ ഉദ്യോഗസ്ഥനെ സർവശക്തിയും സംഭരിച്ച് തള്ളി താഴേക്കിടുന്നു. ആ നിർഭാഗ്യവാൻ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് വീണത് മറ്റൊരു ട്രെയിനിന്റെ ഉരുക്കു ചക്രങ്ങൾക്കിടയിലേക്കാണ്. തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ചിതറിത്തെറിച്ചുപോയി കെ വിനോദ് എന്ന സിനിമാക്കാരൻ കൂടിയായ ടി. അന്യസംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗവും ട്രെയിനിൽ പൊതുവെ ടിക്കറ്റ് എടുക്കാറില്ല. അത് അവരുടെ നാടിന്റെ ഒരു ദുശീലത്തിൽപ്പെട്ടതാണ്. കേരളത്തിൽ നിന്നും പുറപ്പെട്ട് ബീഹാർ വഴി യാത്ര ചെയ്യുന്ന ട്രെയിനുകളിൽ, ബീഹാർ ഉദാഹരണമായി പറഞ്ഞതാണ്, പല സംസ്ഥാനങ്ങളും അക്കൂട്ടത്തിൽ പെടും. ബീഹാറിൽ എത്തുമ്പോഴേക്കും റിസർവേഷൻ കമ്പാർട്ട്മെന്റുകളിൽ AC കോച്ച് ഉൾപ്പെടെ അവിടെ നിന്നുള്ള യാത്രക്കാർ കൂട്ടമായി കയറി ഇടം പിടിക്കും. നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധിച്ചാൽ ക്രൂരമർദ്ദനം ഉറപ്പാണ്. റെയിൽവേ അധികൃതരോ പോലീസോ ഒന്നും ഇതിൽ ഇടപെടാൻ സാധിക്കാറില്ല. അങ്ങനെ യാത്ര ചെയ്തിരുന്നവർ കേരളത്തിലേക്ക് ചേക്കേറിയപ്പോൾ അവരുടെ മാറാത്ത സ്വഭാവ വൈകൃതത്തിന്റെ ഭാഗമാണ് സൗജന്യ ട്രെയിൻ യാത്ര. മാത്രമല്ല, നമ്മൾ അതിഥി എന്ന് ഇഷ്ടത്തോടെ പേർ വിളിച്ച് സ്വീകരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളിൽ നല്ലൊരു ശതമാനം പക്ക ക്രിമിനലുകളാണ്. അത് ഭയപ്പെടുത്തുന്നൊരു സത്യം. സ്വന്തം നാട്ടിൽ കൊള്ളയും കൊലയും ബലാത്സംഗവും നടത്തി അവിടെ നിൽക്കക്കള്ളിയില്ലാതെയാകുമ്പോൾ അവർക്ക് പാർക്കുവാനുള്ള സുരക്ഷിത ഇടമായി കേരളം മാറിയിരിക്കുന്നു. ചെറിയ കൂലി നൽകി അവരെ കൊണ്ട് തൊഴിലെടുപ്പിക്കുവാൻ സാധിക്കും എന്നതായിരുന്നു നമ്മൾ കണ്ട ഏക നേട്ടം. എന്നാൽ ഇപ്പോൾ അവർക്ക് മലയാളികൾക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ കൂലി നൽകേണ്ട അവസ്ഥയാണ്. കൃത്യമായ രേഖകളില്ലാതെ കേരളത്തെ കുറ്റവാളികളുടെ ഒളിസങ്കേതങ്ങളാക്കിയിരിക്കുന്ന ആയിരക്കണക്കിന് അന്യ സംസ്ഥാന ക്രിമിനലുകളിൽ ഒരാൾ മാത്രമാണ് ഒഡീഷ സ്വദേശിയായ രജനീകാന്ത. പോലീസിന്റെ തുടർ അന്വേഷണങ്ങൾ ഊർജിതമാകുമ്പോൾ വെളിപ്പെടും ഇവന്റെ പഴയകാല ക്രിമിനൽ പശ്ചാത്തലം. ഏതൊരു ഇന്ത്യക്കാരനും നമ്മുടെ രാജ്യത്തിന്റെ മറ്റേത് സംസ്ഥാനത്തും പോകാം, ജോലി ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷേ കേരളത്തിൽ അടുത്തിടെ കൂടി വരുന്ന മോഷണങ്ങൾ, അടിപിടി കേസുകൾ, ബലാത്സംഗങ്ങൾ, ചെറിയ പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊല്ലുക, പോലീസ് ഉദ്യോഗസ്ഥരെ പോലും ആക്രമിക്കുക ഒക്കെയും അന്യ സംസ്ഥാന തൊഴിലാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പക്ക നിയമ ലംഘനങ്ങളായി മാറുകയാണ്. സ്വന്തമായി ചെയ്യാൻ സാധിക്കുന്ന ജോലികൾ പോലും പണം കടം വാങ്ങി അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ചെയ്ത് ആത്മസംതൃപ്തിയടയുന്ന മലയാളി. പേരും നാടും ഒന്നും കൃത്യമല്ലാതെ പലപ്പോഴും കള്ളരേഖകൾ ചമച്ച് കേരളത്തിൽ താമസമുറപ്പിച്ചിരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ. ഇവർ പെരുകുന്നത് നാടിന്റെ സമാധാനത്തിന് വലിയ ഭീഷണി തന്നെയാണ്. സ്വന്തം ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ ശ്രമിച്ച ഒരു പാവം റെയിൽവേ ഉദ്യോഗസ്ഥൻ ക്യാൻസർ ബാധിച്ചിട്ടും തന്റെ ജീവിത സ്വപ്നങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കുവാൻ വേണ്ടിയുള്ള മനോധൈര്യത്താൽ ആ രോഗത്തെ പോലും അതിജീവിച്ച നിരവധി മലയാള സിനിമകളിൽ വേഷം ചെയ്ത ഒരു സാധു ജീവൻ ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കിയ തൻ്റെ സ്വപ്ന സൗധത്തിൽ സ്വസ്ഥമായൊന്ന് ഉറങ്ങാൻ പോലും സാധിക്കാതെ 6 അടി മണ്ണിൽ അന്ത്യശയനത്തിനായി യാത്രയായിരിക്കുന്നു. വിനോദിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഹൃദയവേദനയുണ്ടായി. റെയിൽവേയുടെ സുരക്ഷിത സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ വാതോരാതെ സംസാരിച്ച് മടുത്തതിനാൽ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. എങ്കിലും ഒരു വിഷമം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. റെയിൽവേ ട്രാക്കിൽ ചിതറിപ്പോയ ആ മനുഷ്യന്റെ ശരീരം കേവലം ഒരു നീല ടാർപ്പയിൽ മൂടി മണിക്കൂറുകൾ അനാഥമായി ട്രാക്കിലിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ സങ്കടം സഹിക്കാൻ സാധിച്ചില്ല. അപകട മരണങ്ങൾക്ക് ശേഷമുള്ള തുടർ നടപടികൾ കൂടുതൽ വേഗത്തിലാക്കിയാൽ ആ മൃതശരീരത്തോടുള്ള ആദരവ് കൂടിയാകുമത്. ഇതൊക്കെ നടപ്പിലാക്കുവാൻ ഇച്ഛാശക്തിയുള്ള അധികാരികൾ, ഉദ്യോഗസ്ഥരൊക്കെ നമുക്കുണ്ട്. പ്രിയ വിനോദിന് ചാനൽ 91 ന്യൂസിന്റെ അശ്രുപുഷ്പങ്ങൾ.